എല്ലാവർക്കും അല്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഗൈസ്. ഇന്ന് നമ്മൾ ചവ്വരി പായസം വെക്കാൻ പോണ വീഡിയോ ആണ് ഗൈസ്. അതിനാവശ്യമായ ചവ്വരി, പാല്, പഞ്ചസാര, ഏലക്കപ്പൊടി, പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയാണ് ആവശ്യം. ആദ്യം നമ്മൾ ചവ്വരി 1 മണിക്കൂർ കോത്തി വെച്ചിരുന്നു. അതിനുശേഷം ഒരു പാത്രം എടുത്ത് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ചവ്വരി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ പാലിലല്ല തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അരമുറി തേങ്ങ ചിരുകി പാലടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ചവ്വരി ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, ഈ ചവ്വരി എല്ലാം വെന്ത് കണ്ണാടി ഗ്ലാസ് പോലെ ആവണം. അന്നേരമാണ് അതിന് പാകമാകുന്നത്. വെന്ത കുറച്ചുകൂടി കിടക്കണം. കണ്ടു, നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചവ്വരി അടിയിൽ പിടിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ചവ്വരി പാകമായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതാണ്ട് ഗൈസ്, തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇനി ഇത് നല്ലപോലെ കുറുകി വരട്ടെ. ചവ്വരിയൊക്കെ എത്തിക്കൂടെ വെന്ത് കുറുകി പാകമായി വരട്ടെ. എന്നിട്ട് കാണാം. നമ്മൾ പായസത്തിലേക്ക് ഇടാനുള്ള ഏലക്ക പൊടിച്ചതാണ്, പഞ്ചസാരയും ചേർത്ത് ഏലക്ക പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് പായസം നല്ല കുറുകിക്കൊണ്ടിരിക്കുന്നു. എത്തിക്കൂടെ കുറുകി കഴിയുമ്പോൾ നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം അവരവർക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം. പിന്നെ നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും വറുത്തിടാം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത്ര ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു കുക്ക് കൊതിച്ച് കൈ നീട്ടുന്നുണ്ട്. രണ്ട് വലിയവർക്കൊന്നും ഇവിടെ പഞ്ചാരയില്ല. അല്ലുപ്പെണ്ണും ഇവിടെ കൈ നീട്ടുന്നു. 3, 4. നമ്മൾ 4.5 ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പായസം കുറുകി വന്നതിന് ശേഷം കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളെ ചവ്വരി പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പിന്നെ നെയ്യ് എടുത്ത് മുന്തിരി, അണ്ടിപ്പരിപ്പും വറുത്തിടാം. നമ്മളൊരു ചെറിയ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പൈസയുള്ളതുകൊണ്ട് കുറച്ച് മതി. അവിടെ നെയ്യ് ഞാൻ കുക്ക് കൈ നീട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഈ കുക്ക് കട്ട് തിന്ന് ഗൈസ്, കണ്ടോ? അല്ല ഗൈസ്, നെയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു, പൊട്ടിത്തെറിക്കുന്നു, കോടയുന്നുണ്ടായിരുന്നു. നമുക്ക് അണ്ടിപ്പരിപ്പ് കുറച്ചില്ല, വെള്ളം ഓടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 5-6 മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. തോനെയൊന്നും വേണ്ട, മുന്തിരി ഇത്തിരി തോനെ വേണം. ഒരു 5-6 മുന്തിരി കൂടി ഇട്ട് ഗൈസ് നല്ലപോലെ നമുക്ക് വരട്ടിയെടുക്കാം.
നമ്മൾ മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വെച്ചിരുന്നാൽ കരിഞ്ഞു പോകും. നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചൗവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ അറിയാമെന്നറിയാം, എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ടച്ച് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.